ഒരു ലോറി ഡ്രൈവർ കൂടിയായ നിസാം ചേരുകയാണ്. നിസാം, ഈ കർണാടക ബിഡദിയിൽ ഇത് തുടർച്ചയായി ഉണ്ടാകുന്നു. നിങ്ങളുടെ വാഹനത്തിന് നേരെയും ഈ സംഭവം ഉണ്ടായിട്ടുണ്ടോ? എന്താണ് ഇത് സംബന്ധിച്ച് മനസ്സിലാകുന്നത്? എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോ ബാംഗ്ലൂരിൽ നിന്ന് ലോഡ് എടുത്ത് കോഴിക്കോടേക്ക് വരുന്ന വഴിയാണ് സംഭവം നടക്കുന്നത്. 28-ാം തീയതി, ജൂലൈ 28-ാം തീയതി രാത്രി 10 മണിയൊക്കെ ആയിട്ട് ബാംഗ്ലൂർ വിട്ട് പോകുന്നതിന് ഒരു 30 കിലോമീറ്റർ ഒക്കെ ആയി ബിഡഡി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. എക്സ്പ്രസ് ഹൈവേയിൽ ഫസ്റ്റ് ടോൾ കഴിഞ്ഞ ഉടനെ അവിടെ നിന്ന് ഇത് മുന്നിലേക്ക്, വാഹനത്തിന് മുന്നിലേക്ക് ആളുകൾ വന്നാണോ? ഇത് ആരെങ്കിലും ആ സമയത്ത് കാണാൻ സാധിച്ചിട്ടുണ്ടോ? എന്താണ് ആ സമയത്ത് സംഭവിച്ചത്? സർവീസ് റോഡിൽ നിന്നാണ്, എക്സ്പ്രസ് ഹൈവേയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിക്ക് സർവീസ് റോഡിൽ നിന്നാണ് മുട്ടെറിയുന്നത്. ആ സമയത്ത് വൈപ്പർ ഇടാതെ, അത് ഇത്തരം സംഭവങ്ങളൊക്കെ പ്രതീക്ഷിച്ചതുകൊണ്ടായിരിക്കും അല്ലെ ഈ വൈപ്പർ ഇടാതെ തന്നെ വാഹനം മുന്നോട്ട് കൊണ്ടുപോയത്? ഇല്ല, വൈപ്പർ ഇട്ടിട്ടില്ല. വൈപ്പർ ഇടാതെ ഒരു 10 കിലോമീറ്റർ മുന്നോട്ട് പോയിട്ട് അവിടെ ഭക്ഷണം കഴിക്കണ ഹോട്ടലുണ്ട്, സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കണേ. അവിടെ വന്ന് നിർത്തി അവിടുന്ന് ബക്കറ്റിൽ വെള്ളമൊക്കെ എടുത്ത് ഗ്ലാസ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് പിന്നെ യാത്ര തുടർന്നത്. പിന്നീട് ഇത് നാട്ടിലെത്തിയ ശേഷം പോലീസിൽ അറിയിച്ചിട്ടുണ്ടോ ഈ വിഷയം? ഇല്ല, പോലീസിൽ അറിയിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഇത് തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇതിന് മുന്നേ 1-2 ഡ്രൈവേഴ്സ് നമ്മളെ ഗ്രൂപ്പിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതേ സ്ഥലത്ത് തന്നെ ഇങ്ങനെ സെയിം ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് എന്ന്. നമ്മുടെ ഡ്രൈവേഴ്സിന്റെ ഗ്രൂപ്പ് ഉണ്ട്, അതിൽ 1-2 ഡ്രൈവർമാർ ഇങ്ങനെ അതേ സ്ഥലം മെൻഷൻ ചെയ്തിട്ട് ഇതിന് മുന്നേ 2-3 പ്രാവശ്യമായിട്ട് അവിടെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അത് KSRTC ബസിന്റെ ഒരു അപകടം കൂടി ഇത് സമാനമാണോ സംഭവം എന്ന് സംശയിക്കുന്നുണ്ടോ ആളുകൾ? അതെ, സംശയിക്കുന്നുണ്ട്. ഇപ്പോ കുറച്ചു നേരം മുന്നേ ന്യൂസിൽ കണ്ടാണ് അപകടം പറ്റി ഡ്രൈവർമാർ മരിച്ച KSRTC വണ്ടിന്റെ ഗ്ലാസ് വന്ന് മുട്ടന്റെ തോട് വേസ്റ്റ് കിട്ടിയിട്ടുണ്ടെന്ന് കുറച്ചു നേരം മുന്നേ ന്യൂസിൽ കണ്ട്. അതെ, അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് സത്യത്തിൽ വീണ്ടും ഇത്തരം സംഭവങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നൊരു അന്വേഷണം വന്നത്. എന്തായാലും നിങ്ങൾ പറഞ്ഞതുപോലെ ഈ ലോറിയിൽ തുടർച്ചയായി തന്നെ ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഉണ്ട്, തുടർച്ചയായിട്ട് ഉണ്ടാകുന്നുണ്ട്. എനിക്ക് ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത്, പക്ഷെ തുടർച്ചയായിട്ട് ഉണ്ടാകുന്നുണ്ട് എന്നാണ് നമ്മളെ ഡ്രൈവേഴ്സിന്റെ ഗ്രൂപ്പിൽ കിട്ടുന്ന വിവരം. ശരി, വളരെ നന്ദി ശ്രീ നിസാം പ്രതികരിച്ചതിന്. നേരത്തെ അപകടത്തിൽ സമാനമായൊരു സംഭവം നേരിട്ട ഒരു ഡ്രൈവർ കൂടിയാണ് നിസാം. നിസാമിന്റെ വാഹനത്തിനും ഇതുപോലെയാണ് സംഭവിച്ചത്. പക്ഷേ ആ സമയത്ത് ആ ഡ്രൈവർമാർക്ക് ഉണ്ടാകുന്ന ആ സമയത്ത് തന്നെ അവരുടെ ഒരു മനസ്സിലുണ്ട് ഇത്തരം ആളുകൾ ഉണ്ടാകാം എന്ന് വിചാരിച്ചതുകൊണ്ട് തന്നെയാണ് ഈ വൈപ്പർ ഇടാതെ വാഹനം പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചത്. അതുകൊണ്ടാണ് അന്ന് മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാത്തത്. പക്ഷേ ഇത് തുടർച്ചയായി ഇത്തരത്തിലുള്ള ഒരു പരാതികൾ ഉയർന്നു വരികയാണ്.